ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. വട്ടപ്പാറ വയോഡക്റ്റിൻ്റെ മേലെയാണുള്ളത്. ഇവിടുന്ന് കണ്ണൂർ ബൈപ്പാസിൻ്റെ തുടക്കം വരെയുള്ള ദേശീയപാത നിർമ്മാണത്തിൻ്റെ കാഴ്ചകളാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ കന്നിപ്പുറ മുതൽ രാമനാട്ടുകര വരെയുള്ള KNRCL വർക്കെടുക്കുന്ന ഭാഗത്തെ കാഴ്ചകൾ, അതുപോലെ കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ KMCയുടെ റീച്ച്, വെങ്ങളം മുതൽ അയ്യൂർ വരെ കൊയിലാണ്ടി ബൈപ്പാസ് ഉൾപ്പെട്ട വാഗാട് വർക്കെടുക്കുന്ന റീച്ച്, ഇതിനിടയിൽ മൂരാട് പാലോളിപ്പാലം റീച്ച്, ഉദ്ഘാടനം കഴിഞ്ഞ ഗതാഗത യോഗ്യമായ മാഹി തലശ്ശേരി ബൈപ്പാസ്, മുയപ്രങ്ങാട് മുതൽ കണ്ണൂർ ബൈപ്പാസ് ആരംഭിക്കുന്നവരെയുള്ള കുറച്ച് ഭാഗം വിശ്വസമുദ്ര വർക്കെടുക്കുന്നത്, ഇതെല്ലാം ഉൾപ്പെടുത്തി പരമാവധി ചുരുക്കിയ ഒരു ലോങ് വീഡിയോ ആണ്. ടൈം സ്റ്റാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ഭാഗങ്ങൾ കാണണമെങ്കിൽ അങ്ങനെ കാണാം. അപ്പോൾ ഈ കാണുന്ന വട്ടപ്പാറ വയോഡക്റ്റ്, ഇത് കാപ്രിക്കാട് മുതൽ വളാഞ്ചേരി വരെ നീണ്ടു നിൽക്കുന്ന KNRCLൻ്റെ തന്നെ റീച്ചിൽ പെട്ടതാണ്. വളാഞ്ചേരി ബൈപ്പാസിൻ്റെ അവസാനം. കേരളത്തിലെ ഏറ്റവും വലിയ വയോഡക്റ്റ് എന്ന പ്രത്യേകതയാണ് വട്ടപ്പാറ വയോഡക്റ്റിനുള്ളത്. വട്ടപ്പാറ വയോഡക്റ്റിൻ്റെ വീഡിയോ ഇതിനു മുന്നേ ചെയ്തപ്പോൾ പലരും ചോദിച്ചിരുന്നു, പാലം മലയിൽ മുട്ടിയോ എന്ന്. ഇതാ മലയുടെ അവിടെ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് കേട്ടോ. പാലത്തിൻ്റെ താഴത്തൊക്കെ തൂണുകളിൽ പെയിൻ്റടി വർക്ക് പ്രകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ മല കഴിഞ്ഞ് ഹൈവേ ഇതാ ഈ വഴിയിലൂടെയാണ് നീങ്ങുക. കന്നിപ്പുര ഭാഗമാണ്. ഇവിടെയൊക്കെ വർക്ക് ഏകദേശം അവസാനിച്ച് വരികയാണ്. കന്നിപ്പുര അണ്ടർപാസ് ഡിജിറ്റൽ സൈൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ റീച്ചിൽ ഒരുപാട് സ്ഥലത്ത് ഇത് സ്ഥാപിച്ച് കഴിഞ്ഞു. കരിപ്പോൾ ഭാഗത്ത് ഓവർപാസിൻ്റെ വർക്ക് നടന്നു വരുന്നുണ്ട്. വെട്ടിച്ചിറ ടോൾ പാസിയുടെ വർക്ക് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കോൺക്രീറ്റ് റോഡ് വർക്ക് ഏകദേശം കഴിഞ്ഞു. കൂടുതൽ വിശദമായി കാണിക്കാതെ എല്ലായിടവും ജസ്റ്റ് നോക്കി പോകുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ന്യൂ ഇയർ ആകുമ്പോഴേക്കും ഈ ടോൾ ബൂത്തിൽ നിന്ന് ടോൾ പിരിക്കാനൊക്കെ തുടങ്ങും, ഉറപ്പാണ്. ഈ വർഷം പകുതിയോടെ തന്നെ അത് സംഭവിക്കും. വെട്ടിച്ചിറ കഴിഞ്ഞപാടൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞതാണ്. പാലത്തിൻ്റെ ഒരു സൈഡാണ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളത്. പുത്തനത്താണിയിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി വലിയൊരു പാലം കാണാം. ആ പാലത്തിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെയും ഹൈവേയുടെ ഒരു ഭാഗം വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്ത് 4-5 ദിവസത്തെ വ്യത്യാസമുണ്ടാകും അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ മാറ്റങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിക്കും. പുത്തനത്താണി ഓവർപാസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു വലിയ ഓവർപാസ് പണിത് വെച്ചിരിക്കുന്നത് പുത്തനത്താണി ടൗണിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാണോ എന്ന് ചോദിച്ചു പോകും. ഓവർപാസിൻ്റെ താഴെ ഹൈവേയുടെ വർക്കുകൾ നടന്നു വരികയാണ്.
അതിരുമട ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഏകദേശം നിർമ്മാണം പൂർത്തിയായി. ഹൈവേയുടെ ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. രണ്ടത്താണി ഓവർപാസിൻ്റെ ഭാഗത്ത് ഹൈവേയുടെ ഒരു സൈഡിൽ കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട്. അത് നടന്നു വരികയാണ്. അത് കഴിഞ്ഞ് മൂച്ചിക്കൽ അണ്ടർപാസ് വരെ ഫുൾ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളാണ്. ചെനക്കൽ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് പിന്നീട് വർക്ക് കുറച്ചധികം നടക്കാനുള്ള ഭാഗം കാണാനാവുക. ഇവിടെ നിന്ന് അങ്ങോട്ട് കോട്ടക്കൽ ടൗണിൽ ഒഴിവാക്കിയ പുതിയ ഒരു ബൈപ്പാസാണ്. സ്വാഗതമാട് മുതൽ പാലച്ചിറമാട് വരെ കോട്ടക്കൽ ബൈപ്പാസ്, ഏകദേശം 4 കിലോമീറ്റർ ദൂരം. സ്വാഗതമാട് ഓവർപാസാണ്. അതിന് താഴെ ഹൈവേയുടെ ടാറിംഗ് വർക്ക് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് കാണാനാവുക ഒരു വലിയ വയഡക്റ്റാണ്. സർവീസ് റോഡിൽ നിന്നാണ് ഞാൻ ഈ ഒരു പാലം ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പ്രദേശമാണിത്. സർവീസ് റോഡിനേക്കാളും താഴ്ന്നിട്ടാണ് ഇവിടങ്ങളിൽ ഈ പാലം, ഈ ഒരു വയഡക്റ്റ് പാലം. അപ്പോൾ തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ രൂപം മനസ്സിലാവും. ഈ ഒരു കോട്ടക്കൽ ബൈപ്പാസിൽ 2 വയഡക്റ്റ് പാലങ്ങളാണുള്ളത്, സ്വാഗതമാട് ഭാഗത്തും പാലച്ചിറമാട് ഭാഗത്തും. അപ്പോൾ പാലത്തിൻ്റെ വർക്കൊക്കെ അതിവേഗം നടന്നു വരികയാണ്. ഒരു സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പാലത്തിൻ്റെ മേലെ ഒരു സൈഡിൽ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വയോഡക്റ്റ് കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വർക്കുകൾ ഇനിയും നടക്കാനുള്ള ഭാഗങ്ങളാണ്. അല്പം റിസ്ക് യാത്രയാണ് കേട്ടോ അതിലൂടെ. അപ്പോൾ ഈ ഒരു റീച്ചിൽ കൂടുതൽ വർക്ക് നടക്കാനുള്ളത് ഈ ഒരു കോട്ടക്കൽ ബൈപ്പാസ് ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോക്ക് പോരായ്മകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് സഹായിച്ച് ലൈക്കും കമൻറ്റും ഒക്കെ നൽകുക. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ഉഷാറാക്കും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ. നമ്മുടെ തിരൂർ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്തൊരു പാലം വരുന്നുണ്ട്. ആ പാലത്തിൻ്റെയൊക്കെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത വയോഡക്റ്റ് ഉള്ളത്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ.
വയോഡറ്റിൻ്റെ മേൽഭാഗം ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് ഉഷാറാക്കിയിട്ടുണ്ട്. പ്രധാനമായും അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് ഇവിടെ കാര്യമായി നടക്കേണ്ടത്. കോട്ടക്കൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നതോടെ കോട്ടക്കൽ ടൗണിലെ തിരക്കുകളിൽ പെടാതെ ഹൈവേയിലൂടെ സുഗമമായി യാത്ര ചെയ്യാം. കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമുള്ള പാലച്ചമാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഹൈവേയുടെ വർക്ക് കോയിച്ചിൻ ഓവർപാസ് വരെ ഒരുപാട് തീരാനുണ്ട്. ഒരുപാട് ഓവർപാസുകളും അണ്ടർപാസുകളും ഉള്ള ഒരു റീച്ചാണ് മലപ്പുറം റീച്ച്. ഓവർപാസിൻ്റെയും അണ്ടർപാസിൻ്റെയും ഒക്കെ വർക്ക് ഏറെക്കുറെ തീർത്തതാണ് എല്ലായിടത്തും. ഓവർപാസിൻ്റെ താഴെയുള്ള ഹൈവേയുടെ വർക്കാണ് പലയിടത്തും ബാക്കിയുള്ളത്. നേരത്തെ കണ്ട കരിപ്പോൾ ഭാഗത്ത് മാത്രമാണ് ഓവർപാസ് പണി തീരാനുള്ളത്. കോയിച്ചിനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഫുൾ 6 വരി വർക്ക് കഴിഞ്ഞ് ഓപ്പണാക്കി കൊടുത്ത ഭാഗങ്ങളാണ് കുറേ ദൂരം. പൂക്കിപ്പറമ്പ്, വെന്നിയൂർ, കരുമ്പിൽ, കക്കാട് വരെ ഹൈവേയിലൂടെ തന്നെയാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. കക്കാട് ഓവർപാസിൻ്റെ താഴെ ഭാഗം ഒരു സൈഡിൽ കുറച്ചും കൂടി നിർമ്മാണം തീരാനുണ്ട്. അത് നടന്നു വരുന്നുണ്ട്. കക്കാട് കഴിഞ്ഞ് കൂരിയാട് എത്തും മുന്നേ ഒരു പുഴപ്പാലം പുതിയതായി വർക്ക് കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട്. നിലവിലെ പാലത്തിന് സമാന്തരമായിട്ടാണ് ഇവിടെ പുതിയ പാലം നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത്. പഴയ പാലം ബലപ്പെടുത്തുന്നതിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. കൂരിയാട് അണ്ടർപാസിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുളപ്പുറം വരെ ഒരുപാട് വർക്ക് തീരാനുണ്ട്. ഹൈവേയുടെ ഇരുവശവും പാടങ്ങളാണ്. കൂരിയാട് അണ്ടർപാസിനും കുളപ്പുറത്തിനുമിടയിൽ ഈ പാടത്തിലെ ഇരുവശത്തേക്കുമുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സപ്പെടാതിരിക്കാൻ ഒരു വലിയ ബോക്സ് കൾവേട്ടും പിന്നെ ഒരു പാലവും പണിതിരിക്കുകയാണ്. ഈ പാലത്തിനും കൾവേട്ടിനും കൂരിയാട് അണ്ടർപാസിനുമിടയിൽ ബ്രിക്സ് വാൾ കെട്ടി മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് KNRCL ഇവിടെ മെല്ലെ മെല്ലെ ഉയർത്തി വരികയാണ്. പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാതെയാണ് ഇവിടുത്തെ നിർമ്മാണം. അപ്പുറം ഓവർപാസിൻ്റെ അങ്ങോട്ട് പിന്നീട് ഒരുപാട് വർക്ക് തീർന്ന ഭാഗങ്ങളാണ്. ഇരുമ്പൻചോല, VK പടി, അരിയത്തോട്, വലിയപ്പറമ്പ് അണ്ടർപാസ് വരെ ഏകദേശം നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങളാണ്. വലിയപ്പറമ്പ് അണ്ടർപാസിനും തലപ്പാറ അണ്ടർപാസിനും ഇടയിലാണ് ഇനി വർക്ക് കഴിയാനുള്ള ഭാഗം. ഇവിടെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നു വരുന്നത്. തലപ്പാറക്കൈന് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വെളിമുക്ക്, പടിക്കൽ, താഴെച്ചേളാരി, മേലെച്ചേളാരി എല്ലാ ഭാഗത്തും വർക്ക് അവസാനിച്ച ഭാഗങ്ങളാണ്. മലപ്പുറം ജില്ലയിലൂടെ ഹൈവേ കടന്നു പോകുന്നതിൽ ഏറ്റവും തിരക്കുള്ള ഭാഗമാണ് ചേളാരി. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടുമെല്ലാം ഇവിടങ്ങളിൽ ഹൈവേ തുറന്നു കൊടുത്തിട്ടും സർവീസ് റോഡ് ഭയങ്കര ബ്ലോക്കാണ്. ചില സമയത്തൊക്കെ ബ്ലോക്കുകൾ കാരണം സർവീസ് റോഡിലൂടെ പോകാതെ ബസ്സുകളടക്കം ഹൈവേയിലൂടെ കടന്നു പോവേണ്ട സാഹചര്യം വരുന്നുണ്ട്.
പാണമ്പ്ര ഭാഗമാണ്. വളരെ ഡേഞ്ചറായിരുന്ന വളവുകളൊക്കെ ഇവിടെ ഓർമ്മയായി കഴിഞ്ഞു. പുതിയ പാതയിലൂടെ പറക്കുകയാണ് വാഹനങ്ങൾ. കോഹിനൂർ ഭാഗമാണ്. ഇവിടെയും ഹൈവേയുടെ വർക്ക് അവസാനിച്ചിട്ടുണ്ട്. ചരക്ക് ലോറികൾ അടക്കം നിർത്തിടാനുള്ള ട്രക്ക് പോയിന്റ് സ്ഥാപിക്കുന്ന വർക്കാണ് ഇവിടെ ഇപ്പോൾ നടന്നു വരുന്നത്. മുന്നോട്ടേക്ക് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി, ചെട്ടിയർമാട് ഭാഗമൊക്കെ നേരത്തെ തന്നെ വർക്ക് തീർത്ത ഭാഗങ്ങളാണ്. കാക്കഞ്ചേരി ഓവർപാസിനടിയിലും ഹൈവേ വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തതാണ്. അതിനുശേഷം വലിയൊരു വർക്ക് നടക്കുന്ന ഭാഗങ്ങൾ കാണാം. കാക്കഞ്ചേരിക്കും ചേലാമ്പ്ര സ്പ്രിംഗ് മിൽ ഓവർപാസിനുമിടയിലെ വലിയ കുന്നൊക്കെ ഇടിച്ചു നിരത്തി ദേശീയപാത നിർമ്മാണം അതിവേഗം നടക്കുകയാണ്. സ്പ്രിംഗ് മിൽ ഓവർപാസ് പിന്നിട്ട് ഇടിമുഴിക്കൽ കഴിഞ്ഞതോടെ മലപ്പുറം റീച്ച് അവസാനിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ കോഴിക്കോട് ബൈപ്പാസാണ്. വേറെ ലെവൽ കാഴ്ചയോട് കൂടിയാണ് KMC കമ്പനി വർക്കെടുക്കുന്ന കോഴിക്കോട് ബൈപ്പാസ് ആരംഭിക്കുന്നത്. രാമനാട്ടുകര ഫ്ലൈ ഓവർ 6 വരി ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞു. ഫ്ലൈ ഓവർ പിന്നിട്ടതിന് ശേഷം പാറമ്മൽ ഐനീലം ഭാഗത്ത് തെക്കേ ലൈൻ മാർക്ക് ചെയ്ത് അറപ്പിയ പുതിയ പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. കൊടൽനടക്കാവ് ഭാഗത്ത് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ 3ഇടത്താണ് ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നത്. ഒന്നിവിടെ കൊടൽനടക്കാവ് ഭാഗത്ത്, പിന്നെ പാറമ്മൽ സ്കൂളിൻ്റെ ഭാഗത്ത്, പന്തിരങ്കാവ് സ്റ്റേഷൻ ഭാഗത്തും ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ 3 എണ്ണം. നിർമ്മാണം പൂർത്തിയായ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ മേലെയും ലൈൻ മാർക്കിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാനൊരു പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടെയൊക്കെ ഫുൾ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. ലൈൻ മാർക്കിങ്ങിൻ്റെ വർക്കൊക്കെ പെട്ടെന്ന് തീരുന്ന ഒന്നാണ്. മാമ്പഴ പാലത്തിൽ മസ്റ്റിപ്പാടൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ട് കുറച്ചായി. പാലത്തിൻ്റെ തെക്ക് സൈഡിൽ അപ്രോച്ച് റോഡ് വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മാമ്പഴ പാലത്തിൻ്റെ വടക്കോട്ടേക്ക് വലിയ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കെട്ടി മണ്ണിട്ട് ഉയർത്തും മുന്നേ സൈഡ് വാളിന് വേണ്ടി ഒരുപാട് പൈലിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാമ്പഴ പാലത്തോട് ചേർന്നിട്ട് തന്നെയാണ് കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ പാസായും വരുന്നത്. കോൺക്രീറ്റ് റോഡിൻ്റെ അടക്കം വർക്കുകൾ വരും ദിവസങ്ങളിൽ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങും. ഹൈലൈറ്റ് മാൾ എത്തും മുന്നേ പാറ പൊട്ടിച്ച ഭാഗമാണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടില്ല 6 വരി സെറ്റായിട്ടുണ്ട്. ഹൈലൈറ്റ് മാൾ മുതൽ സൈബർ പാർക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഹൈലൈറ്റ് പാലത്തിൻ്റെ മേലെ ലൈൻ മാർക്കിംഗ് ഉടൻ ആരംഭിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉടൻ കത്തിക്കുമെന്ന് കേൾക്കുന്നുണ്ട്.
നെല്ലിക്കോട് ഭാഗം കണ്ടില്ലേ, കുന്നിടിച്ച് 6 വരി പൂർത്തിയായതിനു ശേഷം കുന്നിടിച്ച് തന്നെ സർവീസ് റോഡ് പണിയുന്നു. തൊണ്ടയാട് പാലത്തിൽ ലൈൻ മാർക്കിംഗ് വർക്കാണ് ഇനി നടക്കേണ്ടത്. തൊണ്ടയാട് കഴിഞ്ഞതിന് ശേഷം മലാപ്പറമ്പ് എത്തും വരെ ഏകദേശം ഹൈവേയുടെ വർക്കൊക്കെ നേരത്തെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. മലാപ്പറമ്പ് ഓവർപാസിൻ്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടന്നു വരുന്നത്. തൂണുകളൊക്കെ ഉയർന്നു കഴിഞ്ഞ് തൂണുകളുടെ മേലെ ഒരു ബെൽറ്റ് പോലെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. മാർച്ച് അവസാനത്തോടു കൂടി തന്നെ മുഴുവനായും വർക്ക് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തടമ്പാട് താഴെ നിലവിലെ അണ്ടർപാസ് വിപുലീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ പുതിയൊരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ 2ാം ഘട്ട വർക്കാണ് നടക്കുന്നത്. വേങ്ങര ഓവർപാസിൽ 10 ഗർഡറുകൾ കൂടി വെക്കാനുണ്ട്. അതിനുവേണ്ടിയുള്ള സൈഡ് വാൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാളിക്കട വിരാട്ട് അണ്ടർപാസിൻ്റെ അടക്കം നിർമ്മാണം അതിവേഗം നടക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ ഉയരത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് ഇവിടെ ഇനി കാര്യമായി നടക്കാനുള്ളത്. മാളിക്കടവ് പിന്നിട്ടതിന് ശേഷം ഒരുപാട് ദൂരം ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ ഭാഗങ്ങളാണ്. അമ്പലപ്പടി അണ്ടർപാസും പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറും കൂടി ചേരുന്ന അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഇനി ആരംഭിക്കാനുണ്ട്. അതുപോലെ മാസ്റ്റിക് പാഡൊക്കെ വിരിച്ച് ടാറിങ്ങിൻ്റെ വർക്കും ഫ്ലൈ ഓവറിൻ്റെ മേലെ ചെയ്യാനുണ്ട്. പുറക്കാട്ടിൽ പോയാണ് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പാലം തുറന്നു കൊടുത്തേക്കും. പുറക്കാട്ടിൽ പുഴക്കും പലോറമലക്കും ഇടയിലുള്ള ഭാഗമൊക്കെ നേരത്തെ വർക്ക് പൂർത്തിയായ ഭാഗങ്ങളാണ്. പലോറമലക്കും കോരപ്പുഴക്കും ഇടയിലുള്ള ഭാഗത്ത് കുറച്ച് വർക്ക് തീരാനുണ്ട്. ആ ഭാഗത്ത് മണ്ണൊക്കെ ഇട്ട് ഉയർത്തി കഴിഞ്ഞിട്ടോ. കോരപ്പുഴ പാലത്തിൽ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗർഡർ ലോഞ്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. കോരപ്പുഴക്കും വെങ്ങളത്തിനും ഇടയിലൊക്കെ വർക്ക് അവസാനിച്ച ഭാഗമാണ്. വെങ്ങളം എലവേറ്റഡ് ബ്രിഡ്ജോട് കൂടി 28 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വെങ്ങളം പാലത്തിൻ്റെ മേലെ മാസ്റ്റിക് പാഡൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് വർക്ക് തുടങ്ങിയിട്ടില്ല. ഫ്ലൈ ഓവറിൻ്റെ വടക്കേ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കും കാര്യമായി നടക്കാനുണ്ട്. ഈ റീച്ചിലെ ഏറ്റവും വലിയ 2ാമത്തെ ഫ്ലൈ ഓവറാണ് വെങ്ങളത്തേത്.
വെങ്ങളം ഫ്ലൈ ഓവറോട് കൂടി കോഴിക്കോട് ബൈപ്പാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പുതിയ റീച്ച് തുടങ്ങുകയാണ്. അയ്യൂർ മുതൽ വെങ്ങളം വരെ വളരെ ദൂരം നീണ്ടു നിൽക്കുന്ന റീച്ചാണ്. അദാനി ഗ്രൂപ്പ് ടെൻഡർ നേടി വാഗാട് എന്ന കമ്പനിക്ക് സബ് കരാർ കൊടുത്തു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള റീച്ചുകളിൽ ഏറ്റവും വർക്ക് സ്ലോ ഈ റീച്ചിലാണ്. തിരുവങ്ങൂർ ജംഗ്ഷനിൽ വന്ന അണ്ടർപാസാണിത്. ഈ അണ്ടർപാസിൻ്റെ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് വളരെ മെല്ലെയാണ് ആര്യവാളൊക്കെ കെട്ടി ഉയർത്തി വരുന്നത്. തിരുവങ്ങൂർ വിട്ട് അടുത്ത ജംഗ്ഷനായ പൂക്കാടും പുതിയ അണ്ടർപാസ് പണി നടക്കുന്നുണ്ട്. പക്ഷേ അതിനോടനുബന്ധിച്ചിട്ടുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് കുറേ നടക്കാനുണ്ട്. തുടക്കം മുതൽ ഈ റീച്ചിൽ ആവശ്യത്തിന് മണൽ ലഭിക്കാത്ത പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ വർക്കൊക്കെ മറ്റു റീച്ചുകളെ അപേക്ഷിച്ച് വളരെ പിന്നിൽ പോയത്. അധികം മണ്ണിട്ട് ഉയർത്താത്ത ഭാഗത്തൊക്കെ വാഗാട് കമ്പനി അത്യാവശ്യം വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് പോലെ എല്ലായിടത്തും അണ്ടർപാസ് വരുന്നുണ്ട്. പോയിൽക്കാവ് അണ്ടർപാസാണ് ഈ കാണുന്നത്. ഇവിടെയും മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കുകൾ ബാക്കിയാണ്. ചേമഞ്ചേരി ഭാഗം പിന്നിട്ട് ചെങ്ങോട്ടുകാവിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയ അലൈൻമെൻ്റ് ആയാണ് ഹൈവേ കടന്നു പോവുക, അതായത് കൊയിലാണ്ടി ബൈപ്പാസ്. നിലവിലെ റോഡ് ഇവിടെ ഒരു പുതിയ അണ്ടർപാസ് വരുന്നുണ്ട്. അതിനടിയിലൂടെ വന്ന് പഴയതുപോലെ പോവും. ദേശീയപാത പുതിയ വഴിയിൽ കൊയിലാണ്ടി ടൗണിനെ ഒഴിവാക്കി നന്ദി ബസാർ വരെ ഏകദേശം 11 കിലോമീറ്ററാണ് ദൂരം. കൊയിലാണ്ടി ബൈപ്പാസിൽ ഈ കാണുന്ന ഭാഗങ്ങളിലെ വർക്കൊക്കെ ഏതോ കാലം കഴിഞ്ഞതാണ്. തുടക്കത്തിൽ ഇവരുടെ വർക്ക് വളരെ വേഗത്തിലായിരുന്നു. സർവീസ് റോഡിൻ്റെ അടക്കം വർക്കുകൾ ഇവിടങ്ങളിൽ തീർത്തിട്ടുണ്ട്. പതിനൊന്ന് കിലോമീറ്റർ നീളമുണ്ടെങ്കിലും ഒരു ഫ്ലൈ ഓവർ പോലും ഈ ബൈപ്പാസിൽ ഇല്ല. എന്നാൽ നിരവധി അണ്ടർപാസുകളുണ്ട്, കൂടെ ഒരു ഓവർപാസും. കൊയിലാണ്ടി ബാലുശ്ശേരി സംസ്ഥാന പാത കടന്നു പോകുന്ന കോമോത്തുകരയിലാണ് ഓവർപാസ് നിർമ്മിച്ചിരിക്കുന്നത്. നിലവിലെ സംസ്ഥാന പാതയുടെ അതേ വീതി മാത്രമേ ഓവർപാസിനുള്ളൂ എന്ന പ്രശ്നമുണ്ട്. ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം 6 വരി വീതിയിൽ വർക്കുകൾ അവസാനിച്ച ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അതിനുശേഷം കുന്നൂർമല പ്രദേശമാണ് കാണാൻ സാധിക്കുക. ഈ കാണുന്ന കുന്നൂർമലയുടെ മേലെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. കഴിഞ്ഞ മഴക്കാലത്തൊക്കെ മണ്ണിടിച്ചിൽ രീതിയിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോവേണ്ടി വന്നിരുന്നു ഇവിടത്തുകാർക്ക്. കുന്നിൻ്റെ മേലെയുള്ള വീടുകൾ കൂടി ഏറ്റെടുത്ത് കുന്നിടിച്ച് ചെറുതാക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും ഉയരത്തിൽ കുന്നുറപ്പായും ഭാവിയിൽ പ്രശ്നമുണ്ടാവും. ഒരു സൈഡിൽ സോയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മുക്കാളി ഭാഗത്തൊക്കെ സോയിലിംഗ് ചെയ്തിട്ടും പ്രശ്നമുണ്ടായിരുന്നു. അത് ഇതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ കുന്നാണ്, അതുവരെ ഇടിഞ്ഞു. കുന്നൂർമല കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരുപാട് അണ്ടർപാസുകൾ, ബോക്സ് കൾവേർട്ടുകളൊക്കെ കാണാം. ഇതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞ്, പക്ഷേ മണ്ണിട്ട് ഉയർത്തേണ്ട നിർമ്മാണം ബാക്കിയാണ്. വാഗാട് കമ്പനിക്ക് ഇപ്പോൾ മണ്ണ് ലഭിക്കുന്നുണ്ട്. പെരുവട്ടൂർ, കോട്ടക്കുന്ന് മലയിൽ നിന്നാണ് ഇവിടേക്കുള്ള മണ്ണ് ഇപ്പോൾ എത്തുന്നത്. മണ്ണ് കൂടുതൽ ലഭിക്കുന്നതോടെ ബൈപ്പാസിൻ്റെയൊക്കെ നിർമ്മാണം വേഗത്തിലാക്കാൻ കഴിയുമെന്ന് നമ്മുടെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസുമായുള്ള ചർച്ചയ്ക്കിടയിൽ കമ്പനി പറയുകയുണ്ടായിട്ടുണ്ട്. കോട്ടക്കുന്ന് ചലോറ മലയിൽ മണ്ണെടുക്കുന്നതിനിടെ
പാരിസ്ഥിതിക പ്രശ്നം പറഞ്ഞ് നാട്ടുകാർ വാഗാട് കമ്പനിയെ തടഞ്ഞിരുന്നു. ഇപ്പോൾ പോലീസ് അകമ്പടിയോടെയാണ് വാഗാട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആവശ്യമായ മണ്ണ് എടുക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വർക്കുകൾ ഇനിയും നടക്കാനുള്ള ഭാഗങ്ങളാണ് കാണാൻ സാധിക്കുക. ഇടയ്ക്കൂടെ നിർമ്മാണം കഴിഞ്ഞ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലൈക്കും അതുപോലെ കമൻറ്റുമൊക്കെ ഉറപ്പായും തരണം. വീഡിയോക്ക് പോരായ്മകൾ ഉണ്ടാവും. ഡ്രോൺ കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിനു മുന്നിൽ നമ്മുടെ വീഡിയോ ഒന്നുമല്ല എന്നറിയാം. മൂടാടി ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെയൊക്കെ വർക്ക് ഒരുപാട് കഴിഞ്ഞ ഭാഗങ്ങളാണ്. ആറുവരി ഹൈവേക്കൊപ്പം 2 വരി സർവീസ് റോഡും പൂർത്തിയായിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ. അങ്ങോട്ട് നന്ദി ബസാർ വരെ, അതായത് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ എൻഡ് വരെ വലിയ പുരോഗതി വർക്കിൽ കാണുന്നില്ല. കൂടാതെ വാഗാടിൻ്റെ ക്യാമ്പും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങോട്ട് പോവുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കുകയാണ്. നന്ദിക്ക് ശേഷം നിലവിലെ പാതയുമായി ഹൈവേ കൂടിച്ചേരും. നേരത്തെ ചെങ്ങോട്ടുകാവ് കണ്ട പോലെ ഇവിടെയും ഒരു അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇവിടെ നന്ദി ഭാഗത്ത് നടക്കാനുണ്ട്. നന്ദി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ദൂരം ഹൈവേയുടെ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളാണ്. പക്ഷേ ഇവിടെ ഒന്നും വാഹനങ്ങൾക്കായി തുറന്ന് കൊടുത്തിട്ടില്ല. 2 സൈഡിലും സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ എപ്പോഴും പോകുന്നത്. ഇവിടങ്ങളിൽ സർവീസ് റോഡിന് വേണ്ടത്ര വീതിയില്ല എന്ന പ്രശ്നവും പറയുന്നുണ്ട്. തിക്കോടി ഭാഗത്തേക്ക് എത്തുമ്പോൾ വീണ്ടും വർക്ക് ബാക്കി നിൽക്കുന്ന ഭാഗങ്ങൾ കാണാൻ സാധിക്കും. തിക്കോടി പഞ്ചായത്തിനടുത്ത് ഒരു അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഒരു സൈഡിൽ തുടങ്ങാനുണ്ട്. വീണ്ടും മുന്നോട്ടേക്ക് പോകുമ്പോൾ വർക്ക് പൂർത്തിയായ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഇത് പെരുമാൾപുരം അണ്ടർപാസ് വരുന്ന ഭാഗത്താണ് വർക്ക് എല്ലാ സ്ഥലത്തും നിന്ന് കിടക്കുന്നത്.
പയ്യോളിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കുറേ കാലമായി ഈ കാണുന്നത് പോലെ തന്നെയാണ്. ഏത് സമയവും അത്യാവശ്യം തിരക്കുള്ള ഒരു ചെറിയ ടൗണാണ് പയ്യോളി. പയ്യോളി ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനുമെല്ലാം ഹൈവേയോട് ചേർന്നാണ്. വെങ്ങടത്തിൽ നിന്ന് വരുമ്പോൾ ഈ റീച്ചിൽ കാണുന്ന ആദ്യത്തെ ഫ്ലൈ ഓവറാണ് ഇവിടെ. പക്ഷേ വർക്ക് ഇവിടെയും സ്ലോ തന്നെയാണ്. പയ്യോളി കഴിഞ്ഞതിന് ശേഷം അയിനിക്കാട് ഭാഗത്തേക്ക് കുറച്ച് ദൂരം വർക്ക് കഴിഞ്ഞ ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ കടത്തിവിട്ടിട്ടുണ്ട്. അയിനിക്കാട് അണ്ടർപാസിൻ്റെ അവിടെ എത്തുമ്പോഴും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അയിനിക്കാട് തൊട്ട് ഇരിങ്ങൽ അണ്ടർപാസ് വരെ ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട്. ഇരിങ്ങൽ അണ്ടർപാസൊക്കെ ഇതുപോലെ കിടക്കുന്നത് കുറേ കാലമായി. ഇനി ഇവിടുന്ന് ഒരു പുതിയ റീച്ചാണ്. മൂരാട് പുഴയ്ക്ക് മുകളിലൂടെയുള്ള പാലം മുതൽ പാലോളിപ്പാലം വരെ. ഇവിടെ വർക്ക് എടുത്തത് വാഗാടല്ല, പഴയ മൂരാട് പാലത്തിലെ ബ്ലോക്കുകൾ കാരണം പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗം വേറെ തന്നെ ടെൻഡർ കൊടുത്തത്. പക്ഷേ ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ ഈ പാലത്തിൻ്റെ വർക്ക് മാത്രം പൂർത്തിയാക്കിയത്. ഇപ്പോൾ മുഴുവനായും വർക്ക് അവസാനിച്ച് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. E5 ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് ഇവിടുത്തെ വർക്ക് എടുത്തിരിക്കുന്നത്. കോഴിക്കോട് ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം വെങ്ങളം മുതലുള്ള ദുരിതയാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തുമ്പോൾ അല്പം ആശ്വാസമായിരിക്കും. ഒരു 2-3 കിലോമീറ്റർ. പാലം കഴിഞ്ഞതിന് ശേഷം പാലോളി ഭാഗത്തേക്ക് കോൺക്രീറ്റ് റോഡാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എന്തിനാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പൊതുവെ ടോൾ പാസ വരുന്നിടത്താണ് NH-66 കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കാറുള്ളത്. കോഴിക്കോട് ജില്ലയിലെ 2 ടോൾ ബൂത്തുകളാണുള്ളത്. ഒന്ന് മാമ്പ്യ പാലത്തിൻ്റെ ഭാഗത്തും മറ്റൊന്ന് അയ്യൂർ ഭാഗത്തുമാണ്. അപ്പോൾ ഇവിടെ ടോൾ പാസ് ഒന്നും വരുന്നില്ല. ഇവിടെ എന്തുകൊണ്ടാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പാലോളിപ്പാലം കഴിഞ്ഞ ശേഷം വീണ്ടും വാഗാടിൻ്റെ തന്നെ റീച്ചാണ്. ഇവിടെ ഒന്നും കാര്യമായി വർക്ക് നടക്കാത്ത ഭാഗങ്ങളാണ്. ഒരുപാട് ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ എവിടെയും എത്താത്ത കുറേ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നു. കരിമ്പനപ്പാലം ഭാഗമാണിത്. ഒരുപാട് അണ്ടർപാസുകൾ മലപ്പുറം വെച്ച് പല വാഗാടിൻ്റെ റീച്ചിലുമുണ്ട്. വടകരയിലേക്ക് എത്തുമ്പോൾ വടകര എലവേറ്റഡ് ബ്രിഡ്ജിൻ്റെ നിർമ്മാണം മെല്ലെ മെല്ലെ തൂണുകൾ ഓരോന്നായി പൊന്തി വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വർക്കുകൾ അവസാനിക്കുമ്പോൾ ഇനിയും ഒരു 2 കൊല്ലം ഉറപ്പാണ്. അതുവരെ ദുരിതയാത്ര തന്നെയായിരിക്കും വടകര ഭാഗത്ത്. വടകര തൊട്ട് പിന്നെ അങ്ങോട്ട് ഒരുപാട് ഫ്ലൈ ഓവറുകൾ കാണാൻ സാധിക്കും.
പാർക്ക് ഹോസ്പിറ്റൽ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഇതുപോലെ തന്നെ കിടക്കുന്നത് കുറേ ആയി. വടകര റെയിൽവേ ഓവർബ്രിഡ്ജ് അതിൻ്റെ നിർമ്മാണവും മെല്ലെ നടക്കുന്നുണ്ട്. കൈനാട്ടി ഭാഗത്തും അടുത്ത ഫ്ലൈ ഓവർ കാണാം. അപ്പോൾ ഈ പാലങ്ങളുടെ ഇടയ്ക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും ഒരു പുരോഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് ആ ഭാഗങ്ങളൊന്നും കാണിക്കാത്തത്. മുക്കാളി ഭാഗം ഇവിടെ സോയിലിംഗ് തകർന്ന് കിടക്കുന്നതൊക്കെ അതുപോലെ തന്നെയുണ്ട്. ചോമ്പാല ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു പുതിയ അണ്ടർപാസ് നിർമ്മാണം നടക്കുന്നത് കാണാം. ചോമ്പാല ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത്. അതിനോടനുബന്ധിച്ച് കോൺക്രീറ്റ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ വർക്ക് തീർത്തിട്ടുണ്ട്. അടുത്ത സൈഡിൽ വർക്ക് തുടങ്ങുന്നതിനായി വാഹനങ്ങൾ കോൺക്രീറ്റ് റോഡിലൂടെ ആക്കിയിട്ടുണ്ട്. ചോമ്പാല കഴിഞ്ഞ് കുഞ്ഞിപ്പള്ളിയിലാണ് വാഗാടിൻ്റെ റീച്ച് അവസാനിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് അയ്യൂർ മുതൽ മൊയ്പ്ലങ്ങാട് വരെ നീണ്ടു നിൽക്കുന്ന നിർമ്മാണം അവസാനിച്ച് തുറന്നു കൊടുത്ത തലശ്ശേരി മാഹി ബൈപ്പാസാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടെങ്കിലും മാഹി ബൈപ്പാസിൽ ഇതുവരെയും സ്ട്രീറ്റ് ലൈറ്റുകളോ ക്യാമറയോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. രാത്രികാലങ്ങളിൽ കൂരിരുട്ടിലൂടെയാണ് ഈ ബൈപ്പാസിലൂടെയുള്ള യാത്ര. അതും ടോൾ കൊടുത്തിട്ട്. വാഹനങ്ങളിൽ നിന്നുള്ള വെളിച്ചം മാത്രമാണ് രാത്രി സമയത്ത് യാത്രക്കാർക്കുള്ള ആശ്രയം. വർക്ക് പൂർത്തിയാവാത്ത മലപ്പുറം റീച്ചിലും കോഴിക്കോട് ബൈപ്പാസിലുമെല്ലാം ഇതിനോടകം തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ച് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ടോൾ ബൂത്തിൻ്റെ അവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിരീക്ഷണ ക്യാമറ സംവിധാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങൾ തോന്നുംപടിയാണ് പോകുന്നത്. വളരെ മനോഹരമായ പ്രദേശത്തിലൂടെയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത്. പുഴപ്പാലങ്ങൾക്ക് മുകളിലൂടെയുള്ള യാത്രയൊക്കെ വേറെ ലെവലാണ്.
അതുപോലെ ഒരുപാട് പെട്രോൾ പമ്പുകളും ബൈപ്പാസിൽ പുതിയതായി വന്നിട്ടുണ്ട്. കേരളത്തിനേക്കാൾ പെട്രോളിന് 13 രൂപയോളം ലിറ്ററിന് കുറവാണ് കേട്ടോ ഇവിടെ. മാഹി ബൈപ്പാസിൽ നിലവിലുണ്ടായിരുന്ന ഒരു സിഗ്നൽ ജംഗ്ഷനാണ്. ഈ സിഗ്നൽ ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ബാറ്ററി എന്തോ കള്ളന്മാർ അടിച്ചു മാറ്റിയതാണ് പ്രശ്നമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ അടിച്ചതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം കാണാം. ഒരുപാട് ദൂരം ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. കോഴിക്കോട് ജില്ലയിലെ അയ്യൂരിൽ നിന്ന് തുടങ്ങി മാഹി കേന്ദ്രഭരണ പ്രദേശത്തൂടെ കടന്ന് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് അവസാനിക്കുന്ന ബൈപ്പാസിൻ്റെ ആകെ ദൂരം 18 കിലോമീറ്ററാണ്. EKK കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ് ബൈപ്പാസിൻ്റെ വർക്ക് എടുത്തത്. മാഹി ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം മുഴപ്പിലങ്ങാട് മുതൽ വിശ്വസമുദ്ര എന്ന കമ്പനിയുടെ വർക്ക് എടുക്കുന്ന റീച്ചാണ്. കണ്ണൂർ ബൈപ്പാസ് അടക്കമുള്ള ഈ ഒരു റീച്ചിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഈ ഒരു ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാഹി ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം വിശ്വസമുദ്രയുടെ റീച്ച് തുടങ്ങുന്ന ഭാഗമൊക്കെ ബൈപ്പാസ് പോലെ തന്നെ വർക്ക് പൂർത്തിയായ ഭാഗങ്ങളാണ്. മാഹി ബൈപ്പാസുമായി നോക്കുമ്പോൾ ലൈൻ മാർക്കിംഗ് നടന്നിട്ടില്ലെന്നേയുള്ളൂ. ഇവിടങ്ങളിൽ എടക്കാട് വരെ വർക്ക് മുഴുവനായും കഴിഞ്ഞ ഭാഗങ്ങളാണ്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ പോസ്റ്റുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങും. ഒരു പക്ഷേ 4-5 ദിവസത്തെ വ്യത്യാസം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടാവും. അപ്പോൾ പോസ്റ്റ് ഇടുന്ന വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. മാഹി ബൈപ്പാസ് കഴിഞ്ഞ് കണ്ണൂർ ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. 2025 കണ്ണൂർ ജില്ലയിലെ ഒരുപാട് സ്ഥലത്തെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ കാസർഗോഡ്, തൃശ്ശൂർ ഭാഗത്തേക്ക് വീഡിയോ പുതുവർഷം ചെയ്യണമെന്നുണ്ട് നല്ല രീതിയിൽ. എനിക്ക് കണ്ണൂരിലെ സ്ഥലങ്ങളൊന്നും അത്ര പിടുത്തമില്ല. ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. മാതൃഭൂമി അതുപോലെ മാതൃഭൂമി അതുപോലെ ബേബിയുടെയും മിംസിൻ്റെയും ഒക്കെ അടുത്തുള്ള ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ 3 വരിയിൽ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ കാണാം. അടുത്ത 3 വരിയിൽ വർക്ക് നടന്നു വരികയാണ്. ചാറ ജംഗ്ഷൻ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഒരു പുതിയ അലൈൻമെൻ്റ് ആണ്. അതിൻ്റെ ഭാഗമായി ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് വളവുകളുള്ള നിലവിലെ പാതയിലെ വളവുകളൊക്കെ ഒരുവിധം നേരെയാക്കിക്കൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ പുതിയ പാത കടന്നു വരുന്നത്. ഇതാ ഇവിടെ നിന്നാണ് കണ്ണൂർ ബൈപ്പാസ് തുടങ്ങുന്നത്.
കണ്ണൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പാത. ഒരു വലിയ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കണ്ണൂർ ബൈപ്പാസിൻ്റെ അടക്കം ഈ റീച്ചിലെ കൂടുതൽ വിവരങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോ ചെയ്യും. കണ്ണൂർ ബൈപ്പാസിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം. താഴെ ചൊവ്വയിൽ വരുന്ന ഓവർപാസ്സാണ്. വിശ്വസമുദ്രയുടെ വർക്ക് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ വട്ടപ്പാറയിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു ലോങ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും വരാം ദേശീയപാത പുതിയ അപ്ഡേറ്റുകളുമായി.